കൃപാസന മാതാവിൻ്റെ ഈ പുണ്യ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ തിരുക്കുമാരനും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെയ്സി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോളുടെ ഗർഭധാരണവും പ്രസവമായിട്ടുള്ള കുറേ വിഷമതകളുണ്ടായിരുന്നു. അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരനുഗ്രഹമാണ് ഈ കുഞ്ഞ്. അപ്പോൾ അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ തീരുമാനിച്ചത് എൻ്റെ ചേച്ചി, വൈത്തിരി താമസിക്കുന്ന ചേച്ചിയാണ്. കാരണം മോൾക്ക് 5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ആദ്യത്തെ ഗർഭത്തിൽ അബോർഷനായി. അത് കഴിഞ്ഞ് 1.5 വർഷത്തോളം വിശേഷമൊന്നും ആയില്ല. അപ്പം എല്ലാവർക്കും വിഷമമായി. അപ്പം ചേച്ചി പറഞ്ഞു, കൃപാസനത്തിൽ ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം മോളുടെ ഗർഭധാരണത്തിന് വേണ്ടി വെക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും 3 മാസത്തിനുള്ളിൽ മോൾക്ക് ഗർഭം ഉണ്ടാവും, വിഷമിക്കേണ്ട, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 3 മാസം ആയില്ല, അതിന് മുമ്പ് തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കൺസീവായി. അപ്പം ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷമായി. കൺസീവായെങ്കിലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആദ്യത്തെ അബോർഷൻ്റെ അതേ സിംറ്റംസ് എല്ലാം കാണാൻ തുടങ്ങി. സ്പോട്ട് പോലെ ബ്ലീഡിങ് ആയി. ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇതും അബോർഷനാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് പോയ സമയത്ത് ബ്ലീഡിങ് കുറേശ്ശെ കുറഞ്ഞു വന്നു. 3ാമത്തെ സ്കാനിങ്ങിൽ ഒട്ടും ബ്ലീഡിങ് ഇല്ല, കുഴപ്പമില്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് 5ാം മാസമായപ്പം കുഞ്ഞിന് അനക്കം തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത സമയത്ത് ഒത്തിരി വിഷമിച്ചു. അന്നേരം ഇവർ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഓരോ ചെക്കപ്പ് കഴിയുമ്പോഴും വിളിച്ച് പറയും, ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പറയും. അപ്പോൾ അത് മാറുമ്പം അതും മാറിയെന്ന് വിളിച്ച് പറയും. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, മൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 7ാം മാസമായി കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ തലയിൽ ഒരു ബൾജിങ് പോലെയെന്ന് പറഞ്ഞു. ആ ബൾജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി. ഇത്രയും പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വിഷമമായല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം ചേച്ചിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അന്നേരം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നിട്ടില്ല. ചേച്ചിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്, മാതാവ് കാനഡയിലെത്തും, നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പം വരികയില്ല, നീ വിഷമിക്കണ്ട, മോളോട് അത് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവളെ വിളിച്ചപ്പോൾ ഞാൻ അവൾക്കും ഇതുപോലെ ആശ്വാസവാക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ സ്കാനിങ്ങിന് പോയി. അവർ അവിടെ നിന്ന് ഗൈനക്കോളജിസ്റ്റ് എടുത്ത് ക്രിട്ടിക്കൽ സെൻറ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് സ്കാനിങ് എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു, പിന്നെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, തലയ്ക്ക് ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ആശ്വാസമായി. അത് കഴിഞ്ഞ് അവൾ ഡെലിവറി ആകുന്നതിന് മുമ്പ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു, കുറേ പേർക്കൊക്കെ റിജക്റ്റായി, അമ്മയെ നല്ലോണം പ്രാർത്ഥിച്ചോ, മാതാവിനോട് പ്രാർത്ഥിച്ചോ, മാതാവ് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നുണ്ടല്ലോ, മാതാവ് നമുക്ക് എന്തായാലും നടത്തി തരുമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു. മാതാവിനോട് അങ്ങോട്ട് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചു. ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസ കിട്ടി. അപ്പോൾ ഇവിടെ ഡെലിവറി സമയത്ത് ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്ന് അവൾക്ക് സാധാരണേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് നീര് പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ വിഷമഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോഴും കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കാശുരൂപം അവളുടെ കഴുത്തേലിട്ട് കൊടുത്തു. ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ ഞാൻ അവിടേക്ക് പോയപ്പോൾ കൊണ്ടുപോയായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ അവൾക്ക് ഓരോ വിഷമങ്ങൾ വരുമ്പോഴും അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇനി അവളുടെ ഡെലിവറി സമയത്തുണ്ടായിരുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവൾ പറയും. അതിൻ്റെ കൂടെ ഞാൻ വേറെ നിയോഗങ്ങൾ വെച്ചായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഒരു വീടുണ്ടായിരുന്നില്ല, വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോളുടെ കൊച്ചിന് അവൻ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു, SLC പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവന് SLCക്ക് പാസ്സാകണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവനും പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ SLC പാസ്സായിപ്പോൾ അവൻ സെമിനാരിൽ പഠിക്കാൻ വേണ്ടി പോയേക്കുവാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങളും എനിക്ക് മാതാവിൻ്റെ കൃപ ഒത്തിരി കാര്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം പോയി പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇതായതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും പോകില്ല. പറ്റുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇവിടുത്തെ പത്രം കിട്ടുന്നത്
താമസിപ്പിക്കാതെ തന്നെ വേഗം തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ മോൾക്കുണ്ടായ അനുഭവങ്ങൾ അവൾ പറയും. ആദ്യമായി മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ എൻ്റെ ഡെലിവറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇവളെ കൺസീവ് ആയി കഴിഞ്ഞപ്പം മുതൽ ഓരോരോ ഇഷ്യൂസ് ആയിരുന്നു. തേർഡ് മന്ത് വരെ ഇവളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ അതുപോലെ ഫ്ലൂയിഡ് കുറവ്, ഓരോ സ്കാനിങ്ങിലും ഓരോ ഇഷ്യൂസ് ആയിരുന്നു. ഏറ്റവും വലിയ ഇഷ്യൂ ഞങ്ങൾ ഫേസ് ചെയ്ത് ഇവളുടെ 7th മന്തിലാണ്. തലയിൽ ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്രിട്ടിക്കൽ കെയർ സെൻറ്ററിലേക്ക് വിട്ടു. അവിടെ അത്രയും ക്രിട്ടിക്കൽ ഉള്ള കേസിൽ മാത്രമേ അവരങ്ങനെ റെഫർ ചെയ്യത്തുള്ളൂ. അപ്പം ക്രിട്ടിക്കൽ കെയർ സെൻറ്ററിലേക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ റെഫർ ചെയ്ത് വിടത്തുള്ളൂ. അപ്പം ഞങ്ങളെ അങ്ങനെ വിട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ വിഷമമായി. അപ്പോഴും വീട്ടിൽ നിന്ന് അമ്മയെല്ലാവരും പറയുമായിരുന്നു, കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് അവിടെ ഉണ്ട്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളപ്പം വിചാരിച്ചായിരുന്നു എന്തെങ്കിലും ഒരു ഉടമ്പടി വസ്തുക്കൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, തൈലോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഞങ്ങൾക്കത് കിട്ടാനൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ക്രിട്ടിക്കൽ കെയർ സെൻറ്ററിലേക്കുള്ള റെഫറൻസ് ഞങ്ങൾ പോകേണ്ട ദിവസത്തിൻ്റെ തലേ ദിവസം ഹസ്ബൻഡ് വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിൾ സെർച്ച് ചെയ്ത് എടുത്ത് അത് ലാമിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ വെച്ചു. അപ്പം ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ആ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ കൊണ്ടാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത് ഒരു വളരെ ലോങ് ടൈമായിരുന്നു. അത് ഒരു 2.5 hours ഉണ്ടായിരുന്നു അൾട്രാസൗണ്ട്. ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു തരത്തിലുള്ള ഇഷ്യൂസും കാണുന്നില്ല, അവൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ബേബിയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ. അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൾ ഫുൾ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനോടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കൃപാസന മാതാവിനോടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളിപ്പോൾ കാനഡയിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നത്. അതുപോലെ ഇപ്പോഴും ആ മാതാവിൻ്റെ ഫോട്ടോ അന്ന് മുതൽ ഞങ്ങൾ ആ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഞങ്ങൾ മാതാവിനെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നേരെ പ്രത്യേകിച്ച് ഇവർ ആദ്യമേ ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത് ഇവരുടെ അമ്മയുടെ ചേച്ചിയുടെ അടുത്തു നിന്നാണ്. അമ്മയുടെ ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു മിഷനും കൂടെയാണ്. കാരണം സാധാരണ ഒരു പ്രാർത്ഥനയ്ക്കും അപ്പുറം ഈ ഉടമ്പടി എടുത്തവർക്കൊരു അനുഭവത്തിൻ്റെ വലിയൊരു ധൈര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലരെ കൊണ്ടുവരുന്നതും പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതൊക്കെ, കാരണം പറയാൻ വേണ്ടി അനുഭവം ഉള്ളതുകൊണ്ടാണ് പലരും സാക്ഷ്യമായിട്ട് ഇവിടെ ദൈനംദിനം എത്രയേറെ സാക്ഷ്യങ്ങളാണ് വരുന്നത്. അപ്പം ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ഒരു സാധ്യത